ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്തമാനങ്ങളൊക്കെ? സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതാ ഇന്നലെ തിരുമ്പിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് തിരുമ്പിയതാണ്. ഇന്ന് ഒരുപാട് തിരുമ്പാണ്ട്. കുറച്ച് മെഷീനിലിട്ടു, കുറച്ച് നമ്മൾ കല്ലിൽ തിരുമ്പിട്ടോ. വെള്ള കാക്കാൻ്റെ തുണിയും കുപ്പായും ഇതൊക്കെ പിന്നെ നമ്മൾ കല്ലിൽ തിരുമ്പും കേട്ടോ. പിന്നെ മെഷീനിൽ കുറേ ദിവസം കൂടുമ്പോൾ പുതപ്പും വിരിപ്പൊക്കെ വെറുതെ വിരിച്ചിടണം കേട്ടോ. ഈ മാതിരി ചൂടത്ത് പുതക്കും വിരിക്കൊന്നുമില്ല. ബെഡ്ഷീറ്റിലൊക്കെ വെറുതെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ വിരിച്ചിടും. അപ്പോൾ അതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് ഇനിയിപ്പോൾ ഒക്കെ കുറേ ദിവസമായ ഒന്ന് തിരുമ്പും കേട്ടോ. 10-15 ദിവസം അങ്ങനെ ഒരാഴ്ച അങ്ങനെ കൂടുമ്പോഴൊക്കെ ഓരോന്ന് എടുത്ത് തിരുമ്പും. നമ്മൾ പൊടിക്കനുസരിച്ച് ചളിയൊക്കെ ആയാലും ഒക്കെ എടുത്ത് തിരുമ്പും കേട്ടോ. അപ്പോൾ അതാ തലക്കാണി കവറുകളും കാറത് എല്ലാതും തിരുമ്പിയൊരു ലോഡ്. ഇതൊക്കെ കല്ലുമ്മേ തിരുമ്പിയത് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും പണിയൊക്കെ ഒരുങ്ങിയോ? അപ്പോൾ നല്ല പൊരി വെയിലാണല്ലോ. നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ? പിന്നെ ഇനിയിപ്പോൾ കുളിക്കാനുള്ളൂ കേട്ടോ. മീൻ നന്നാക്കി നെത്തളാണ്, അത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെത്തൾ കറി തിളച്ച് അപ്പോൾ അതിലിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോറും തിളപ്പിച്ച് ഇറക്കി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇന്നലെ ഒരു വഴിക്ക് പോയിട്ടിരുന്നു. അപ്പോൾ ഇന്നലെ തിരുമ്പാൻ പിന്നെ മടിച്ചിട്ട് തിരുമ്പിയില്ല. ഞാൻ അങ്ങനെ തിരുമ്പാതിരിക്കൊന്നുമില്ല. ഞാൻ ദിവസം തിരുമ്പും കേട്ടോ. അപ്പോൾ അങ്ങനെ എടുത്ത് വെക്കണ ഇതൊന്നുമില്ല. പിന്നെ ഞാനില്ലേ മെഷീനിൽ അധികം മാക്സി പഴയതൊക്കെ അതിലിട്ടപ്പോൾ അത് പിന്നെ എടുത്ത് ഞാൻ ഒലുമ്പി കംഫോർട്ടൊക്കെ മുക്കും കേട്ടോ. എനിക്കൊരു ഇതാണ്, ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്ന് തിരുമ്പലൊക്കെ ഒരു ജോലി 2 അയൽ ഒക്കെ തിരുമ്പി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ തിരുമ്പാനൊന്നുമില്ല. ഇനി ഇട്ട പഴയ മാക്സിയുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ടുണ്ട്. അതും കൂടി ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതൊക്കെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി തിരുമ്പി അപ്പോൾ അത് വേറെ വിരിച്ചിട്ടുണ്ട് കേട്ടോ. കോട്ടൻ്റെ ആണിത്. മറ്റേതൊരു ഓൺലൈനിൽ നിന്ന് വാങ്ങിയതിന് എന്താ പറയുക, നല്ല വിരിച്ചു കൊടുത്ത് അവിടെ നിൽക്കും. നല്ല കനമുള്ളൊരു സൈസാണ് കേട്ടോ. അപ്പോൾ ഇതിലൊക്കെ ഇന്നിപ്പോൾ കുറേ ദിവസം കൂടുമ്പോൾ നമുക്കൊന്ന് ആൾ കിടക്കണില്ലെങ്കിലും പൊടി ഇതൊക്കെ ആവുമല്ലോ അടിച്ചു വരുമ്പോൾ നമ്മൾ മാറാലൊക്കെ. അപ്പോൾ അതാട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് തിരുമ്പി ഇത് ദീപാനി ഇങ്ങോട്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ വിരിച്ചിട്ടപ്പോൾ കടിയിൽ വിരിച്ചിട്ട് പിന്നെ ബാത്റൂം ഒന്നുകൊണ്ട് കഴുകിയിട്ടപ്പോൾ ബാത്റൂം എന്നും കഴുകലുണ്ട്. പക്ഷേ നല്ലൊന്ന് സോപ്പും ചോരിയിട്ടിട്ട് ഒന്നാല് കഴുകി വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആരും ഉപയോഗിക്കലൊന്നുമില്ല. രാത്രി ചിലപ്പോൾ ഒന്ന് പോകും, കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം. അപ്പോൾ ഒക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് വിടും. നല്ല ദിവസം പെരുന്നാളൊക്കെ അല്ലേ. അപ്പോൾ കുറേ ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ നടുക്കി പെറുക്കി നാൾ വെച്ചതാണ്. പുസ്തകങ്ങളും വേണ്ടാത്ത തുണികളൊക്കെ അതൊക്കെ ഇനി ഭാര്യം വരുമ്പോൾ കൊടുക്കണം. പഴയ പാൻറ്റുകളൊക്കെ. അപ്പോൾ ഈ റൂം സെറ്റായിട്ടോ. ഒക്കെ അടുക്കി പെറുക്കി ഇതാക്കി കുറേ ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് നമ്മൾ ചെയ്യുമല്ലോ. പിന്നെ അടുത്ത റൂമിൽ ഇതിൽ ഞാനും കാക്കയും കിടക്കുന്ന റൂമാട്ടോ. അപ്പോൾ അതിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഈ ഞെറിയൊക്കെ ഞാൻ അടിച്ചതാട്ടോ. കുറച്ച് വലിപ്പം കൂടിയാണ്ട് അതിനത് വെട്ടിയിട്ട് ഞെറിയൊക്കെ ആക്കിയിട്ട് നല്ല അടിപൊളിയായിട്ട് വിരിച്ചിടും കേട്ടോ. അപ്പോൾ പിന്നെ ഇതൊരു കനമുള്ള സൈസാട്ടോ. പുതക്കും ചെയ്യാം. പിന്നെ ഇതങ്ങനെ വിരിച്ചിട്ട് അങ്ങനത്തൊക്കെ ഒക്കെ തിരുമ്പി ഒക്കെ വൃത്തിയാക്കിട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ പണി. വേഗം പണിയൊക്കെ ഒരുക്കി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ചോറിനാൻ പോകും കേട്ടോ. പിന്നെ ഞങ്ങൾ നിലം കണ്ടിട്ട് ആരും പറയണ്ട കേട്ടോ. അതൊക്കെ വെള്ള കറയാണ് മക്കളെ. ഒരു തരം കറകളാണ് നിലത്തില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇഷ്ടമാണെന്ന് വെച്ചാൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റൊക്കെ ചെയ്യണേ.